days യൂസ് ആണ് സാധനം. 3 days യൂസ് ആയിട്ടുള്ള ബോക്സ് പീസ് ആണ് കേട്ടോ. ഇത് ഏകദേശം ബോക്സ് പീസ് ആണ്. ഏകദേശം 8 മാസം വേണ്ടി 4 മാസം യൂസ് ആണ്. TR തന്നെയാണ്. 15 Pro 128GB കേട്ടോ. Fold 6 1TB. Fold 6 വന്നില്ല. 2.5 മാസം ആപ്പിൾ വാറന്റി ഉണ്ടാവും. 2.5 മാസം ആപ്പിൾ വാറന്റി ഉള്ളത്. ബാക്കി yes 91. ഓക്കേ 91%. സൈക്കിൾ കോട്ട് 40. ഇതാണ് പ്രൈസ് വരുന്നത്. ഇച്ചിരി വരും. അത് നല്ല അടിപൊളി സാധനം. 40 Pro അടിപൊളി സെറ്റാ, സൂപ്പർ സെറ്റാ. ഓക്കേ. 22 Ultra 128 വരുന്നുണ്ട്, 286 വരുന്നുണ്ട്, 512 വരുന്നുണ്ട് ഈ സാധനം. ഓക്കേ. ഇപ്പം ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോണിന്റെ ലാറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. അതായത് യൂസ്ഡ് ഐഫോണും അതുപോലെ തന്നെ നമ്മുടെ യൂസ്ഡ് സാംസങ്ങും നമ്മളിന്ന് കാണിക്കുന്നതായിരിക്കും. അതായത് സാംസങ്ങിൽ നമ്മൾ ലാറ്റസ്റ്റ് മോഡൽ, പിന്നെ നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നമ്മൾ എവിടെ വന്നിട്ടുള്ളത്. ഫോക്കസ് കോർണറിലാണ് നമ്മുടെ ഷെപ്പി ബ്രോണ്ട്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ നാട്ടിൽ പോയിട്ട് ഉഷാർ. അതുപോലെ തന്നെ നമുക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരു ഏകദേശം ഒരു 1.5 മന്തോളം വീഡിയോസ് കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടില്ല. ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചോദിച്ചിരുന്നു. സംഭവം നമ്മൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് നാട്ടിൽ പോയിരുന്നു. അതുകൊണ്ടാണ് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുള്ള് വർക്കിലും തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആകെ സാറ്റർഡേ സൺഡേ മാത്രമേ ഓഫ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും വരാഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറെ സംഭവം കൂടി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ലൊക്കേഷൻ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് നമ്മുടെ ബർദുബായ് അൽഫദി സ്ട്രീറ്റിലെ ഓർഷർ റോഡിലെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ഫോക്കസ് കോർണറിലെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഷെപ്പി ബ്രോ, നമുക്ക് സ്റ്റാർട്ടിംഗ് തുടങ്ങല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന തുടങ്ങണ്ടേ? S25 Ultra. ഓക്കെ. അപ്പോൾ സാംസങ്ങിന് S25 Ultra നമുക്ക് യൂസർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 3 days യൂസ് ആണ്. 3 days യൂസ് ആയിട്ടുള്ള ബോക്സ് പീസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേറെ സംഭവം കൂടി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് കൂടുതലായിട്ട് നമുക്ക് ബോക്സ് പീസ് കാണാൻ കഴിയും. കാരണം ഇവർ കസ്റ്റമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട് വാങ്ങുന്ന പീസുകളായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല ബോക്സ് ഇരിക്കുന്നത്, അതേപോലെ തന്നെ ബോക്സ് ഇരിക്കുന്നത് കംപ്ലീറ്റ് ബോക്സ് പീസ് ഒരുപാടുണ്ടാവും ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവരോടും ജസ്റ്റ് ഒരു കൊടുക്കാനുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ അത് സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതായത് സെയിൽ ചെയ്യാനായിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോക്സ് നിങ്ങൾ കീപ്പ് ചെയ്യാം. കാരണം ബോക്സ് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 100-200 ദിർഹംസ് എക്സ്ട്രാ കിട്ടില്ല. അത് മാത്രമല്ല ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് ആണ്. കാരണം നമ്മളെ സ്വന്തം ഫോണാണെന്നുള്ള രീതിയിലുള്ള ഒരു ട്രസ്റ്റ് നമുക്ക് അതിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ബോക്സോടൊക്കെ സെയിൽ ചെയ്യുമ്പോൾ കണ്ടില്ലേ. പിന്നെ ബോക്സ് എന്ന് പറയുമ്പോൾ ഡമ്മി ബോക്സ് അല്ല, ഒറിജിനൽ ബോക്സ് ആണ്. IMEI നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിലും അതേപോലെ തന്നെ ഫോണിലും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ കിഡിലും പ്രൈസ് കൊണ്ടാണ് തുടങ്ങിയാലോ? 3100 നമുക്ക് S25 Ultra 286 TR 1 വർഷം ബാറ്ററി. ഓക്കെ. എനിക്ക് ഇതുകൊണ്ട് ഇങ്ങനെ വന്നേന്നുള്ള സംശയം ഉണ്ടാവില്ലേ? കളർ ഇഷ്ടപ്പെടാത്തത് അങ്ങനെയാണ് എനിക്കറിയാലോ. പെട്ടെന്ന് കളർ ഇഷ്ടപ്പെടുന്നത് മാത്രം. ഓക്കെ. കളർ ലൈക്ക് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലേ, പിന്നെ ഈ ക്യാമറ ബാക്ക് സൈഡിൽ നമുക്കൊരു എന്താ പറയുക ലെൻസിന്റെ ആ ഒരു ഇതിട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ലെൻസിന്റെ കവർ ഇട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് S24 Ultra. ഓക്കെ. കാണാൻ സ്റ്റൈലൊക്കെ തോന്നുന്നത് S24 Ultra അല്ലേ? S24 Ultra കുറച്ചും ബെറ്റർ ആണ്. കാണാൻ സ്റ്റൈൽ ഉണ്ടല്ലേ? കാണാനാണ്, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. ഇത് ഏകദേശം ബോക്സ് പീസാണ്. ഏകദേശം 8 മാസം വേണ്ടി 4 മാസം യൂസ് ആണ്. TR തന്നെയാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 2300 ഇത് നമ്മൾ എത്ര GB ആണ് പറഞ്ഞത്? 286 12 GB ആണ്. ഇത് അതേപോലെ തന്നെ 286 12 GB ആണ്. ഓക്കെ. ഇതിന്റെ ഒക്കെ തന്നെ നമുക്ക് പുറത്തുള്ള വേർഷൻ, അതായത് കൊറിയ, പിന്നെ അതൊക്കെയാണ് കൊറിയ. മറ്റേ ഇത് ദുബായിന്റെ വേർഷൻ എന്ന് വെച്ചാൽ TRയിൽ ഡബിൾ സിം യൂസ് ചെയ്യാൻ പറ്റും ഫിസിക്കലായിട്ട്. കൊറിയൻ ബേസിന് ഒരു ഇ സിം ഒരു സിംഗിൾ സിം ആണ് വരുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് എന്താ പറ്റിക്കാൻ നമുക്ക് വാറണ്ടി കൊടുക്കാൻ കഴിയില്ല. ദുബായിന്റെ ബീസിന് TDRക്ക് മാത്രം അപ്രൂവൽ ഉള്ള സാധനം നമുക്ക് വാറണ്ടി ഉള്ളൂ. വാറണ്ടി കാര്യങ്ങളുണ്ടോ? എല്ലാവർക്കും അറിയുന്ന ഒരു വലിയൊരു സത്യമാണ്. പക്ഷെ ഐഫോൺ അങ്ങനെയല്ല. ഐഫോൺ നമുക്ക് എല്ലാ വേർഷനാണ്, എല്ലായിടത്തും വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാം. അതുകൊണ്ട് അത് വലിയ പ്രശ്നമാണ്. പക്ഷേ ഈ സാംസങ്ങിന്റെ സാധനവും TDRന് നിർബന്ധമായിട്ട് എടുക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, അതിന് മാത്രമേ വാറണ്ടി ഉള്ളൂ, വേറെ വാറണ്ടി കിട്ടും. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പം ഇനി അടുത്ത് നമുക്ക് ഐഫോൺ തുടങ്ങാം. കാരണം സാംസങ്ങിൽ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് മോഡൽസ് നമുക്ക് വരാറുണ്ട്. നമ്മൾ മെയിനായിട്ട് ലേറ്റസ്റ്റ് മോഡലുകളാവും സാംസങ്ങിൽ നമ്മൾ എടുത്ത് പറയാറുണ്ടാവുക. ബാക്കി കുറഞ്ഞ മോഡലൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാല്ലേ, ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫോണാണ്. അതിപ്പോൾ നിങ്ങൾ പുറത്ത് അന്വേഷിക്കുകയാണെങ്കിൽ വലിയ പ്രൈസിന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സാധനം Fold 6 1TB. Fold 6 വന്നില്ല പറഞ്ഞാൽ 1TB. ഓക്കെ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 36,000 കൊടുക്കാം. 36,050. 3650. അതിന് പുതിയ ഏകദേശം 5,000 മേലെ 5,000 മേലെ വില ഉണ്ട്. അത് ഏകദേശം ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ 7 month ആണ് യൂസ് ഉള്ളത്. ബാക്കി ഇനി വാറണ്ടി ഉണ്ട്,
നീറ്റുമാണ് സെറ്റ്, അത്ര വലിയ സ്ക്രാച്ചും കാണുന്നില്ല. കാരണം ഇത് 1 TB എടുക്കാന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ മാത്രമേ കാര്യമുള്ളൂ, അല്ലാത്തവർക്ക് 512 രൂപ ഓക്കെ. പക്ഷെ 1 TB ഈ പ്രൈസിന് കിട്ടുന്നത് ഓക്കെയാണ്, കാരണം അത്രയും പെർഫെക്റ്റ് ആണ് സെറ്റ്. ബെസ്റ്റ് പ്രൈസ് ആണ്. അടുത്ത് നമുക്ക് ഐഫോണിൽ കളിക്കാം. ഐഫോണിൽ നമുക്ക് ഫസ്റ്റ് 16 സീരീസ് ഇപ്പൊ നിലവിലുണ്ടോ? 16 ഞാൻ പറയാറുണ്ട്, എപ്പോ ഒന്നേ ഞാൻ പറയാറുള്ളൂ. നമ്മളെ ഇതില് ചിലപ്പോൾ അടുത്ത മാസം കഴിഞ്ഞ 1 മാസം കഴിഞ്ഞ നമ്മളെ ബ്ലോഗിലുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് നമ്മൾ അപ്ഡേഷൻ കിട്ടണമെങ്കിൽ നമ്മളെ നമ്പർ സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പേര് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി അപ്ഡേഷൻ ലിങ്ക് എപ്പോൾ ചിലപ്പോൾ ഇന്ന് രജിസ്റ്റർ ഉണ്ടാവും, ചിലപ്പോൾ നാളെ ഉണ്ടാവും, മറ്റന്നാളുണ്ടാവും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ കാണുന്ന സാധനം ചിലപ്പോൾ നാളെ ഉണ്ടാവുന്നില്ല, ഇന്ന് കാണാത്ത സാധനം നാളെ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഏതാ വേണ്ടത് ജസ്റ്റ് നിങ്ങൾ പറയാം, നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ നമുക്ക് 16 ഇപ്പൊ നിലവിൽ ഇല്ലല്ലോ? 16 ഇപ്പൊ നിലവിലില്ല. പിന്നെ ഉള്ളത് 15 സീരീസ് 50 Pro ഉണ്ടാവും. ഓക്കെ, 15 Pro നോക്കട്ടെ. 50 Pro അടിപൊളി പീസിന്റെ ബോക്സ് പീസ് 100% ബാറ്ററി ഹെൽത്ത്, 10 മാസം വാറണ്ടി. ഓക്കെ, ഇതിന്റെ ബോക്സ് അല്ലത്? ഇതിന്റെ ഓക്കെ, അതിന്റെ ബോക്സ് ആണ്. 15 Pro 128 GB കേട്ടോ. ഇത് എത്ര ബാറ്ററി പെർസെന്റേജ് എത്ര തന്നെ? 100%. 1.5-2 മാസത്തിനുള്ളിൽ യൂസ്, 10 മാസം വാറണ്ടി. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കോളൂ, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ബെസ്റ്റ് തന്നെയാണ്, കണ്ടില്ലേ? ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത് ബ്രോ? ഇതിന് നമുക്ക് കൊടുക്കാം 2550. 2550 നല്ല അടിപൊളി പ്രൈസ് ആണ്. 50 Pro നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിപ്പം വാറണ്ടി ഇല്ലാത്ത പീസിനാണെങ്കിൽ നമ്മളെ 3 month നമ്മുടെ ഷോപ്പിന്റെ വാറണ്ടി കൊടുക്കും. അതിന്റെ പുറമെ വെച്ച് കഴിഞ്ഞാൽ 3 month നമ്മൾ ചെക്കിങ് വേണ്ട, അറിയാത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ കേബിൾ കൂടി ഒറിജിനൽ ഉണ്ടാവും, അതിന്റെ ഗ്ലാസ് പൊട്ടിട്ട് കവർ ഉണ്ടാവും. ഇതിന്റെ പുറമെ നമ്മളിപ്പോ ഇവിടെ ഡെലിവറി ചെയ്യുന്ന ടീമിനാണെങ്കിൽ നമ്മൾ ഓൾറെഡി അതിന്റെ ഫോട്ടോ ഡീറ്റെയിൽ എവറിത്തിങ് അയച്ചതിന് ശേഷം മാത്രം നമ്മൾ സെൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണെങ്കിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്റർനാഷണൽ നമ്മൾ ചെയ്യുന്നില്ല, ഓൺലി UAE മാത്രമേ ചെയ്യുന്നില്ല. ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം അത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. നമ്മൾ ദുബായ് ആദ്യം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ നിർത്തി. ദുബായിൽ നിങ്ങൾ റിലേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക, നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യാനുണ്ട്. ഷാർജ, റാസക്കൈമ, അബുദാബി എല്ലാം ഡെലിവറി. അതേപോലെ തന്നെ 15 സീരീസിൽ നമുക്ക് ഇത് മാത്രമല്ല ഷോപ്പിൽ 50 സീരീസിന് ഇതേ ഇപ്പോൾ ഉള്ളു. പിന്നെ 50 Pro ഉണ്ട്, മാക്സ് ഉണ്ട്. ഓക്കെ, 50 Pro Max എന്താ റേറ്റ് വരുന്നത്? 50 Pro Max 1 TB ഇതാ. വോ, TV ഒരു 2.5 മാസം ആപ്പിൾ വാറണ്ടി ഉണ്ടാവും. 2.5 മാസം ആപ്പിൾ വാറണ്ടി ഉള്ളത്. ബാക്കി കഴിഞ്ഞ് 90% ബാറ്ററി എടുത്തിട്ടുണ്ട്. 1 TB അടിപൊളി പീസ്, നീറ്റ് സാധനം. ഓക്കെ, ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? അതിന് നമുക്ക് 33 എടുക്കാം, 300 300 Pro Max നല്ല. ഓക്കെ, 1 TB ആണ് കേട്ടോ, നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് അതിന്റെ തന്നെ 256 ഓക്കെ, ഡബിൾ സിം വേണ്ടവർക്ക്, ഡബിൾ സിം ഒക്കെ നമുക്ക് ട്രാവൽ പർപ്പസിനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് ഡബിൾ സിം എടുക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് ബാറ്ററി ഹെൽത്ത് വരുന്നത് എത്ര ബ്രോ? 91 ചെക്ക് ചെയ്താൽ 91%. യെസ് 91. ഓക്കെ, 91%. ഇതാണ് പ്രൈസ് വരുന്നത്. ഇതിന് നമുക്ക് കൊടുക്കുന്നത് വെച്ചാൽ 2850, 2900, 2900 ഭയങ്കര റേഞ്ചാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണ്. ഇപ്പൊ 2850 ആണ്. 2900 വരും, 2850 പിന്നെ 3 വരും. വാറണ്ടി ഗ്യാരണ്ടി ബോക്സിലുള്ള പോലെ തന്നെയാണ് വില. ഓക്കെ, അതപ്പോ നമ്മളിപ്പോ സ്റ്റാർട്ടപ്പ് അപ്ഡേഷൻ ഉണ്ടാവും, നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, നിങ്ങളെ മറ്റേ Pro Maxന്റെ നിങ്ങളിപ്പോ പറഞ്ഞില്ല റീഫർ വിഷയമാണോ നിങ്ങളെ വേറെ എന്തെങ്കിലും നമ്മൾ എക്സ്ചേഞ്ച് മാത്രം ചെയ്യുന്നതിന്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞില്ല. ഇത് എന്തുകൊണ്ടാണെന്നറിയാം, ഇത് ക്യാമറ ചേഞ്ച് ആണ് ഈ സാധനം, പ്രൈസ് കുറവാണ്. നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ കാര്യം പണ്ടെന്നെ കൊടുക്കാൻ. ഇതിപ്പോ പണ്ടത്തെ പോലെ നമ്മോട് തന്നെ ചോദിക്കണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ നേരിട്ട് വാട്സ് സർവീസ് ഹിസ്റ്ററി നോക്കിയാ. ഓക്കെ, ഉണ്ടല്ലേ? അതായത് ക്യാമറ കാര്യങ്ങൾ റിപ്പയർ ചെയ്തതാണ് അതിൽ കാണിക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് നമുക്ക് ഓരോ ഫോണിന്റെ നമുക്ക് ചെക്ക് ചെയ്ത് ഇതിന് വലിയ ഇമ്പോർട്ടന്റ് കാര്യം ഇത് ചേഞ്ച് ആക്കിയെന്നുള്ളൂ. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിന് പ്രൈസും കുറയും. നമ്മൾ എത്ര കൊടുക്കുന്നറിയാം? 256 GB നമ്മൾ കൊടുക്കുന്നത് 2450 കൊടുക്കുന്നത്. 256 2450 15 Pro Max ആണ് ഈ റേറ്റ്. നമ്മൾ ഇതിനെ കൂടുതലൊന്നും പറയണ്ടല്ലോ, നമ്മൾ അത്രയും ചെയ്തിട്ട കാര്യങ്ങൾ പറയാം. ഓരോന്നും പറഞ്ഞിട്ട് തന്നെ ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് കേട്ടോ ഈ ഒരു റേറ്റിനത്. അതായത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തെങ്കിലും സ്പെയർ പാർട്സ് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുള്ള ഫോണുകൾ ചെറിയ റേറ്റിന്, അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 Pro Max അതെല്ലാം ഉണ്ടായി. 40 Pro ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സാധനം. 40 Pro നമുക്ക് അതേപോലെ തന്നെ 15 പ്ലസ് ഒന്നും 50 പ്ലസ് ഉണ്ടായിട്ടുണ്ട്. 50 പ്ലസ് ഉണ്ട്. ഓക്കെ, 15 ഇല്ലല്ലോ? 15 ഉണ്ടായിരുന്നു, സോർട്ട് ഔട്ട് ചെയ്താ. ഓക്കെ, 50 പ്ലസ് പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ലേഡീസ് കളറാണ്. 120 GB. ഓക്കെ, 192. ഇത് 88. ഇതിന് വരുന്നത് 1850. 15 പ്ലസ് 120 GB. ഓക്കെ, ഇതൊക്കെ ഇല്ല, നമ്മളെ 3 month നമ്മുടെ ഷോപ്പിന്റെ കേബിളിംഗ് കൂടി ഉണ്ടാവും. ഓക്കെ, ഇതിനൊക്കെ എങ്ങനെ ഇത് വരുന്നത്? അതായത് നമുക്ക് ബാറ്ററി എടുത്ത് എങ്ങനെ വരുന്നത്? ബാറ്ററി എടുത്ത് 192, 188 ഉണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ക്യാമറ ചേഞ്ച് ചെയ്തതിന് എങ്ങനെ ബാറ്ററി എടുത്തിരുന്നത്?
2450. അല്ല ബാറ്ററിയിലത്തെ എത്ര അത് ചെക്ക് ചെയ്ത് തരാം. അത്ര യൂസ് ചെയ്യുന്നു 184 സൈക്കിൾ കൊണ്ട്. ഓക്കെ നിങ്ങൾക്ക് ആകെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ചിലപ്പോൾ വാറണ്ടി ഉണ്ട്, പക്ഷെ വാറണ്ടി ആപ്പിളിന്റെ കിട്ടൂല. ഓൾറെഡി അയച്ചതാണ് സെറ്റ് അയച്ച ഫോണായോണ്ടല്ലേ. ക്യാമറ. ഓക്കെ അതാണ് നമ്മളെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഷോപ്പിന്റെ ഫോക്കസ് ചെയ്ത വാറണ്ടി 3 months. ഇനി നമ്മൾ 50 സീരീസ് ഇപ്പൊ കംപ്ലീറ്റ് പറഞ്ഞു. ഇനി നമുക്ക് 14 Pro അതേപോലെ തന്നെ 40 Pro Max. 40 Proയിൽ നമുക്ക് വരാൻ എങ്ങനെ പ്രൈസ് വരുന്നത്? 40 Pro ഇതാ 128 ഇത് കാണിച്ചു, ജസ്റ്റ് കാണിച്ചു. 128 അതേപോലെ തന്നെ 256 ഉണ്ട്. 512 ഉണ്ട് നല്ലൊരു ഇപ്പോൾ 512 ഇല്ല, അതിന്റെ വില വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ ഇതിൽ 128 എങ്ങനെ റേറ്റ് വരുന്നത്? 120 നമുക്ക് ഒരു 1800 കൊടുക്കാൻ പറ്റില്ല. 1800 അതേപോലെ തന്നെ 256 2050. ഓക്കെ ആ റേഞ്ചിൽ വരും. അത് നല്ല അടിപൊളി സാധനം. 40 Pro അടിപൊളി സെറ്റാ, സൂപ്പർ സെറ്റാ. ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒക്കെ ബാറ്ററി എങ്ങനെ വരുന്നത്? Pro 86 90 അങ്ങനെ റേഞ്ചിലാണ്. 86 90 ആ റേഞ്ച്. 100% ഉണ്ടാവില്ല. വാറണ്ടി ആപ്പിളിന്റെ വാറണ്ടി അപൂർവത്തിൽ ഉണ്ടാവും 100%. പറയാൻ പറ്റില്ല, ചില പഴയ സ്റ്റോക്കുകളുണ്ടാവും. ഓക്കെ അറിയില്ല. പിന്നെ വരുന്നത് നമുക്ക് 40 Pro Max ആണ് വരുന്നത്. 40 Pro Max നമ്മൾക്ക് ഇപ്പൊ നിലവിൽ റെഡിയിലില്ല സാധനം. അതിന്റെ വില ഞാൻ കൊടുക്കാം 2250 2300 40 Pro Max 256 GB. 40 Pro Max 128 വരുന്നത് 2100 റേഞ്ച് വരുന്നത്. ഓക്കെ പിന്നെ അതിന്റെ 40 Plus ഉണ്ടാവും 256 1650 കിടക്കും. 40 Plus 256. അതേപോലെ തന്നെ നമുക്ക് 14 ഉണ്ട് നിലവിൽ. 14 ഉണ്ടാവും. 14 ഇതിൽ നമുക്ക് 128 വരുന്നുണ്ടോ? 14 പ്ലസിൽ 40 Plus 128 വരുന്നത് 1500 1400 റേഞ്ച് വരും. 1500 റേഞ്ച് വരും. ഓക്കെ പിന്നെ 14 വരുന്നത് 14 നമുക്ക് 120 ഒറ്റ പീസ് ഉള്ളൂ. 128 ഇപ്പോൾ റെഡിയിൽ വന്നിട്ട് സാധനം വരും. നിങ്ങൾ പറഞ്ഞില്ല നമ്മൾ മറ്റേ കസ്റ്റമർക്ക് മാത്രം എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിയല്ലേ. ഓക്കെ ഇതെങ്ങനെ റേറ്റ് വരുന്നത്? അത് നമുക്ക് 13 കൊടുക്കും. 1300. 1300. ഓക്കെ 14 128 GB 1300. അത് അയച്ച മറ്റേ ബാറ്ററി എടുത്താലും കുറവാണ്, അതിനും കുറച്ച് പ്രൈസ് കുറയും. അതിൽ കുറയും. ഓക്കെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ 30 Pro 30 Pro Max. അതേപോലെ 14 Pro Max നമ്മൾ പറഞ്ഞു ബ്രോ. 40 Pro Maxന്റെ പ്രൈസ് കൊടുത്തത് നമ്മുടെ അടുത്ത് സാധനം ഇല്ല, വില കൊടുത്തിന് 2300 റേഞ്ച് വരെ. പ്രൈസ് കൂടിയൊക്കെയാണ്. ഇല്ല 40 Pro Max ആ റേഞ്ചിൽ തന്നെ ഉണ്ട്. ഇല്ല. ഓക്കെ ഇനി നമുക്ക് 30 സീരീസ് ഫസ്റ്റ് നമുക്ക് 30 എന്ന് തുടങ്ങിയാലോ. 30 ഇതാ. ഓക്കെ 30 മിനി ഉണ്ട്. അപ്പോൾ നമുക്ക് 30 മിനി ഉണ്ട്. 30 മിനി 13 40 സീരീസ് വന്നിട്ട് പിന്നെ മിനി സീരീസ് ഇല്ല. അപ്പോൾ 13 മിനി. ഓക്കെ 30 മിനി എല്ലാം ബോക്സ് പീസാണ്, അടിപൊളി സാധനം. 128. ഓക്കെ അത് 950 900 1000 റേഞ്ച്. 1000 ഇതിന് വരുന്നത് 850. ഇതിന് അതിന് കാരണം എന്ന് വെച്ചാല് പറഞ്ഞുതരാം. എന്താ ഈ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഡിസ്പ്ലേയിലുള്ള സ്ക്രാച്ചാ, ചെറിയ ചെറിയ സ്ക്രാച്ചാ. അതിനുള്ള വില കുറച്ച് നമ്മൾ കൊടുക്കുന്നത്. ഈ സാധനം സ്ക്രാച്ചും കാര്യമൊന്നുമില്ല, 950 വരും. എല്ലാം കസ്റ്റമർ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കും. അയച്ചതിന് ശേഷം പറഞ്ഞാൽ അയച്ചു അല്ലെങ്കിൽ അയച്ചിട്ടില്ല എല്ലാം പറയും. കാരണം അത്രയും നമ്മൾ ബില്ലടക്കം കൊടുക്കുന്നതാണ് വാറണ്ടി. ഓക്കെ പിന്നെ അതിന് മുൻപ് ഒരുപാട് ആൾക്കാർ കേബിൾ ഒറിജിനലാണ് കൊടുക്കുന്നത് ചോദിക്കില്ല. അതൊരിക്കലും ചോദിക്കേണ്ട. കാരണം ഇതിനിപ്പോൾ 3 months ചെക്കിങ് വേണ്ടി വരുമ്പോൾ കേബിൾ ഒറിജിനൽ അല്ലെങ്കിൽ ബാറ്ററി എടുത്ത് പറയും, കംപ്ലൈന്റ് വരും. തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും, നമ്മളെ പേരും പോകും. കാരണം നമ്മൾ ഒറിജിനലാണ് കൊടുക്കും. അങ്ങനെ വിചാരണ്ട, ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞേ. പിന്നെ ഉള്ളത് എന്നുള്ള 30 Pro അല്ല, 30 Pro 256. 30 Pro ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. 30 Pro 256 നമുക്ക് 1600 കൊടുക്കാം. നമ്മൾ അതേപോലെ 13 പറഞ്ഞിട്ടില്ല. 13 ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു. സോറി 13 വരുന്നത് 1050 1150 റേഞ്ച് തന്നെ വരുന്നത്. കാരണം ബാറ്ററി കാലത്ത് വാറണ്ടി അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് വരുന്നത്. വാറണ്ടി ഉണ്ടാകലുണ്ട്, ഇല്ലാത്തതും ഉണ്ടാകലുണ്ട്. പക്ഷെ വാറണ്ടി നോക്കേണ്ട കാര്യമില്ല. സാധനം 13 അടിപൊളി സെറ്റാ, അങ്ങനെ കംപ്ലൈന്റ് കുറവാണ്. പിന്നെ രണ്ടാമത് വെച്ചാൽ ഇതിപ്പോ 256 128 വില ഉണ്ട്. ഇതിപ്പോ 1050 വില. അതിന് തന്നെ ഇതാ 13 തന്നെ വരുന്നുണ്ട്, 1000 തന്നെ വെച്ചിട്ട് വരുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നത് എന്റെ സ്ക്രാച്ചിനും അടിസ്ഥാനത്തിനാണ് വില വ്യത്യാസം കാണിക്കുന്നത് കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതിന്റെ 256 1350 13 റേഞ്ച് വരാണ്. 256 30 തന്നെ. അതിപ്പോ റെഡ് കളർ നിലവിലെടുപ്പ് റെഡിയില്ല. പിന്നെ ബ്ലൂ ഉണ്ട് ഇതാ. ഓക്കെ പിന്നെ 30 Pro സാധനം. പിന്നെ നമുക്ക് ഈ 13 സീരീസ് ആയാലും ഇപ്പോൾ 14 ഒക്കെ ആയാലും നമുക്ക് ഒരു 85 അബോ അല്ല ഇപ്പോൾ ബാറ്ററി എടുത്ത് വരുന്ന കംപ്ലീറ്റ്. 85 അല്ല, 83 ഉണ്ട്, 84 ഉണ്ട്. ഇതൊന്നും നോക്കണ്ടേ. 82 മേലോട്ട് എടുത്തോ, കുഴപ്പമില്ല. അല്ല ഒറിജിനൽ ബാറ്ററിയാണ്. അതായത് നമ്മളിവിടെ കാണിക്കുന്ന എല്ലാ മോഡൽസും നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അയച്ചു തരും. അതായത് ഫോട്ടോസും കാര്യങ്ങളും ഇനി എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ, മൈനോട്ട് സ്ക്രാച്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെ അയക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കൊടുത്തേക്ക് നിങ്ങൾ എയർപോർട്ട് നമ്പർ കാര്യങ്ങൾ അയച്ചു തരുന്നുണ്ടോ നിങ്ങൾ അവിടെ എത്തുമ്പോൾ വേറെ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് സംശയം നോക്കാമല്ലോ, എന്നിട്ടല്ല അവിടെ പേയ്മെന്റ് കൊടുക്കണ്ടോ. ഓക്കെ അത്ര ആണ്. ഓക്കെ ഇനി നമുക്ക് 14 Pro 13 Pro 30 Pro
ഓക്കെ 13 Pro നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത്? 1600 വരും. 1600 256 GB. അതെ അതെ, അതിന്റെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ. ഗ്രീൻ കളർ ഉണ്ട്. 512 ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലോ. 30 Pro ഉണ്ട്. പിന്നെ 128 വരുന്നത് വെച്ചാൽ 1500 റേഞ്ച്, 1450 റേഞ്ച് വരും. 128 അല്ലേ? ആ, പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്നത് 30 Pro Max. 30 Pro Max വരുന്നത് 1 TB വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇല്ല, 512 512 512 വരുന്ന 2000 സംശയം വരും. 2000. ആ, പിന്നെ 286 1850. ആ റേഞ്ച്. ആ, 1500 1750 128. ഓക്കെ. ഇതിലൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ വൈസിൽ അത്യാവശ്യം, അതായത് ഇപ്പൊ നമ്മൾ കണ്ടീഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്ക്രാച്ച് ഒന്നുമില്ല. നമ്മള് പറയും കാര്യം പറയും, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് നമുക്ക് പിന്നെ നമുക്ക് 30 Pro സീരീസ് 12 Pro സീരീസ് വരുന്നത്. ഓക്കെ. 12 Pro നമുക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 13 സീരീസ് ഒക്കെ നമുക്ക് 13 83 85 അല്ല, അതിലും കുറഞ്ഞതുണ്ട്. സർവീസിലായതുവരെ നമ്മുടെ കാര്യം കസ്റ്റമർ കൊണ്ടതിന് വിലയും കുറവുണ്ടല്ലോ. കാരണം നേരത്തെ പറഞ്ഞ ഓപ്പൺ ആയിട്ട് കാര്യം ഒന്നിങ്ങനെ നമ്മളെ പുതിയ അപ്ഡേഷൻ കാണണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് വേണം കാണാൻ പറ്റും. ഡെയിലി സാധനം കാണാൻ പറ്റും. പിന്നെ നമുക്ക് സർവീസ് ആയ ബാറ്ററി ഉള്ള പീസുകൾ നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്ത് അതിനുള്ള എക്സ്ട്രാ പേയ്മെന്റ് എങ്ങനെയാന്ന് നോക്കിയിട്ട് അത് അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. അതായത് ഓപ്പൺ ചെയ്യാത്ത പീസുകളാവില്ല. അതെ, ഓപ്പൺ ചെയ്യാത്ത. അത് ഓപ്പൺ ചെയ്യാണ്ട് 79 79 സർവീസ് ആണ്. പക്ഷെ അത് ചെയ്യാണ്ട് നിൽക്കുന്നത് നല്ലത്. കാരണം അത് പെർഫെക്ഷൻ പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോൾ കിട്ടൂല. ഓക്കെ. അതേപോലെ അടുത്ത് നമുക്ക് 12 Pro Max വരുന്നുണ്ട്. 12 Pro ആണെങ്കിൽ നമുക്ക് ഒരു 1200 120 കൊടുക്കാം. ഒരു 1000-1500 രൂപ 128 കൊടുക്കാം. ഇതിനായി കൂടുതൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ 82 85 83 റേഞ്ചിലേ ഉള്ളൂ. മാക്സിമം 85 12 Pro കുറെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം നമ്മളെ കസ്റ്റമേഴ്സിന്. അപ്പോൾ 12 Pro മക്കളെ കണ്ടോളി. ആ ഒരു നീറ്റ് ക്ലീന് കാര്യങ്ങൾ. ഇതിൽ സ്ക്രാച്ച് ആയ മോഡൽ പ്രൈസ് കുറയൂല്ലേ? അല്ല, അതിനെന്ന് വെച്ചാല് സ്ക്രാച്ച് ഇല്ലതില്ല, നല്ല നീറ്റ് സാധനം. ഒക്കെ നീറ്റ് സാധനല്ലേ? ഇതെല്ലാം ഇതിനിപ്പോ 78% ബാറ്ററി എടുത്തില്ല. ഇത് അയക്കാണ്ട് വെച്ചിട്ട് ഇതിലൊക്കെ നമുക്ക് സ്ക്രാച്ച് വരില്ല. എവിടെയാണെന്ന് അറിയാം, നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ പൗച്ച് ഇടുമ്പോഴാണ് സ്ക്രാച്ച് വരിക. അത് നിങ്ങൾ ലാമിനേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഒഴിവാക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അതേപോലെ തന്നെ ഈ താഴത്തെ ഈ ഭാഗത്തൊക്കെയാണ് സ്ക്രാച്ച് കൂടുതലായി. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കണ്ടു, ഇത് നമ്മളെ ക്യാമറ അത്ര കാണുന്നുണ്ടോന്ന് അറിയില്ല. അത് മാത്രമല്ല, ക്വാളിറ്റിയുള്ള കവർ ഇട്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അത് എപ്പോൾ നമ്മളൊരു സിലിക്കോൺ നിൽക്കുന്ന സമയത്ത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഇത് വരും, നമ്മൾ ലിക്വിഡ് ടൈപ്പ് പോലെ ഒരു പശ വരും. പിന്നെ 512 1350 1400 കിട്ടും. ഓക്കെ. 512 തോടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് ആണ് 12 Pro Maxന്റെ. Pro Max നിങ്ങൾക്ക് 12 Pro Max 128 ആണെങ്കിൽ നമുക്ക് ഒരു നല്ല വില ആക്കി കൊടുക്കാം. 1300 1450 256 കൊടുക്കാം. 1300 128 കൊടുക്കാം. 1450 256 കൊടുക്കാം. 512 1600 കൊടുക്കാം. പിന്നെ നമുക്ക് 12 Pro Maxല നമുക്ക് ബാറ്ററി ഹെൽത്ത് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 12 Pro Maxന് ബാറ്ററി അയച്ചതുണ്ട്, പിന്നെ ബാറ്ററി സർവീസ് ഉള്ളതുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും. ഇതിപ്പോ ഞാൻ പറഞ്ഞത് അയക്കാത്ത പീസിനും നല്ല ബാറ്ററി ഹെൽത്തുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞ. സർവീസ് അല്ലാത്തതിന്റെ വില ഇപ്പം പറഞ്ഞത്. ഇപ്പൊ ബാറ്ററി ഇപ്പൊ അയച്ചതും അതേപോലെ ഡിസ്പ്ലേ മാറ്റിയത് വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് അതെല്ലാം മാറ്റിയതാണെങ്കിൽ അതിനനുസരിച്ച് വില കുറയും. ഓക്കെ. അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നതൊക്കെ ഞാൻ പ്രത്യേകം വേറെ പ്രൈസ് പറഞ്ഞു കൊടുക്കും, അത് പ്രശ്നമില്ല. ഓക്കെ. പിന്നെ നമ്മുടെ ദേശീയ 12 mini നമ്മുടെ ദേശീയ സംഭവം. ഓക്കെ. ഇതെങ്ങനെ പ്രൈസ് വന്നോ? അത് 12 mini നമുക്ക് 128 കൊടുക്കും, 800 256 500 കൊടുക്കാം. 64 500 കൊടുക്കാം. 128 നമുക്ക് ഒരു 800 കൊടുക്കാം. 800 അങ്ങനെയല്ലേ? നല്ല അടിപൊളി പ്രൈസ്, അടിപൊളി സൈസുമാണ്. പക്ഷെ ഇതിനെന്താ പ്രശ്നമാണ്, ഇനി ബാറ്ററി നിൽക്കൂല. അല്ല അതിന് പ്രശ്നമില്ല. ഓക്കെ. പക്ഷെ ഇത് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഫോണാണ് അല്ലേ? ബാറ്ററി കൂടി നിൽക്കുന്നില്ല, പിടുത്തം പൊടിയാണ് ഫോണില്. അത് ശരിയാ, അടിപൊളി സംഭവം കയ്യിൽ നിൽക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് 12 ഉണ്ട് ബ്രോ. 12 ഉണ്ട്. 12 ഉണ്ട്. ഒറ്റ പീസ് ഒന്നുമില്ല, 12 ഇനി ഉണ്ടാവും, പീസ് ഉണ്ടാവും. അതാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 12നൊക്കെ നിങ്ങൾ രതീഷാക്കി മാറ്റിയാ ജില്ലുകൂട്ടില് അടിയിൽ രതീഷാക്കിയല്ലേ? 1000 റേഞ്ചിന് 120 258 വരും. ഒരു 100 256 വരും. 900 950 മറ്റേ വരുന്നത്. 1000 വരെ 128, 100 100 വരെ 256 റേഞ്ച് വരും. പിന്നെ 12 പ്രൈസ് നമ്മൾ പറഞ്ഞു. 12 Pro Max 12 Pro എല്ലാം കഴിഞ്ഞു. പിന്നെയുള്ളത് എന്തെന്നാ അടുത്ത് നമുക്ക് 11 Pro പ്രൈസ് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് മാത്രം 5G അല്ല കേട്ടോ, 4G ആണ്. അപ്പത്തേക്ക് ഞാൻ പറയുന്നുണ്ട്. 4G 11 നമുക്ക് കൊടുക്കുന്നത് 700 നിമിഷമാണ് 128 കൊടുക്കുന്നത്. അടിപൊളി സാധനം 11 കാണിച്ചില്ല. 11ന്റെ 700 റംസ് നമുക്ക് 7+ ഓർമ്മ. ഒരു കാലത്ത് 700 റംസ് 7+ ഓർമ്മ ഉണ്ടെങ്കിൽ ഒരുപാട് വെച്ചത് 700 റംസ് 7+ കൊടുത്തിരുന്നു. റെഡ് ഉണ്ട്, ഗ്രീൻ കളറുണ്ട്.
ഇത് 700 രൂപ 128 അടിപൊളി സാധനം ഐഫോൺ ഇല്ല. അടിപൊളി സാധനം തന്നെ, അടിപൊളി. ഇത് ക്യാമറ ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. സാംപ്ലസിന്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാനല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ വേറെ ലെവല് ക്വാളിറ്റി. പ്ലസ് ഇപ്പൊ അപ്ഡേഷൻ ലൈറ്റ് അല്ലേ ഇപ്പം പോകില്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ അപ്ഡേഷനുള്ള മോഡലാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് 11 Pro Max എങ്ങനെ റേറ്റ് വരുന്നത് ബ്രോ? 11 Pro Max നമുക്ക് 1200 നമുക്ക് 256 നമുക്ക് 1064 ഉണ്ടോ നോക്കട്ടെ. 1100 റേഞ്ചിന് 64 കൊടുക്കാം. 256 അല്ലേ? 256 1200 കൊടുക്കാം. 64 നമുക്ക് 1000 കൊടുക്കാം ഫൈനൽ. 1000. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നമുക്ക് വേറെ GB വരുന്നുണ്ടോ? ഇതിന് 256 വരും. 800 വ്യത്യാസം മാത്രം ഉണ്ടാവും. ഇനി അടുത്ത 11 എന്താ പറഞ്ഞു നമുക്ക് 11 റേറ്റ്. നമ്മൾ 11 വില പറഞ്ഞില്ലേ ഓൾറെഡി പറഞ്ഞോ? പിന്നെ അതില്ലേ 11 പറഞ്ഞ് 11 Pro Maxന്റെയും പറഞ്ഞു. 11 Proന്റെ പറഞ്ഞിട്ടില്ല. 11 700 റംസ് അല്ലേ? 700 800 വരെ നമുക്ക് മറ്റേ 256 വരുന്ന പറഞ്ഞു. 100 11 Pro Max പറഞ്ഞു. 11 Proന്റെ ആണ് പറയാനുള്ളത്. 11 Pro എങ്ങനെ റേറ്റ് വരുന്നത്? 11 Pro നമുക്ക് കൊടുക്കാം. 11 Pro 900 കൊടുക്കാം. 256 286 അടിപൊളി പീസിന്റെ അയച്ച പീസ് അയക്കാത്ത പീസ് അല്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് 128 ഉണ്ട്. അതിലില്ല 64 വരെ. 64 ഒരു 650 700 റേഞ്ച്. ആ റേഞ്ച്. ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് പേര് ക്യാമറ 3 11 Pro ക്യാമറ 3 ആണല്ലോ, നമുക്ക് അറിയാലോ. അതുകൊണ്ടല്ല ഇതിന്റെ ഒറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് 4G എന്നുള്ള പ്രശ്നമുണ്ടോ? ബാക്കിയുള്ളതൊക്കെ 4G ആണ്, 5G ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മോഡൽസ് ഒക്കെ ചെറിയ മോഡൽസ് ആണ്. അതായത് ചെറിയ പ്രൈസ്. ഇപ്പൊ നമ്മൾ 11ന്റെ പ്രൈസ് ഇടില്ല 700 റംസ്. അപ്പൊ അതിലും കുറവാണ്. നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ഞാൻ പറയാണ്ടിരിക്കുന്നത് ഒന്നും കൊണ്ടല്ല, കാരണം ഇത് വേണ്ടെന്നാണ് അത് ചോദിച്ചാൽ മതി. ഒന്നാമത് ടൈം കുറെ വേസ്റ്റ് ആകുന്നുള്ളൂ. കാരണം ഓൾമോസ്റ്റ് എല്ലാം സാംസങ്ങിന്റെ രാജാക്കന്മാര് പല പല മഴവില്ലുമാര് കുറെ കളർ ഉണ്ടല്ലോ. അത് സാംസങ്ങിന്റെ നമ്മളൊരു പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് S25 പറഞ്ഞു, S24 പറഞ്ഞില്ല. ബോക്സ് പീസ് ആണല്ലോ. ഇനി നമുക്ക് S23 ഉണ്ട് ബ്രോ. S22 ഉണ്ട്, S23 അൾട്ര ഉണ്ട്, S23 അൾട്ര ഉണ്ട്, S23 അൾട്ര ഫുൾ ലാമിനേഷൻ ചെയ്തിട്ട് അടിപൊളി സാധനം. ഇതാണ് പ്രൈസ് വരുന്നത്? ഇത് സ്ക്രാച്ച് അല്ല കേട്ടോ, ലാമിനേഷൻ ആണ്. റിമൂവ് ചെയ്യാം. ഇതന്നെ റേറ്റ് വരുന്നത്? അതിന് 1750 1556 GB. ഓക്കെ, ഇത് ലാമിനേഷൻ ചെയ്തോണ്ടാണ് ഗ്ലോസി കളർ വരുന്നത്. 512 എൻ്റെ റെഡിയിലില്ല. വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1950 2000 റേഞ്ചാണ് 512 വരുന്നത്. ഓക്കെ, അത് വീണ്ടും സാധനം ഉണ്ടാകാറുണ്ട് ഇപ്പൊ ഇല്ലാത്ത. പിന്നെ ഞാൻ S24 പ്രൈസിന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ S22 അൾട്രയാണ് നമ്മുടെ അടുത്ത് പറയേണ്ട. S22 അൾട്ര 128 വരുന്നുണ്ട്, 256 വരുന്നത്, 512 വരുന്നുണ്ട് ഈ സാധനം. ഓക്കെ, ഇപ്പൊ നമ്മുടെ അടുത്ത് നിലവിൽ 256 512 256 നമുക്ക് കൊടുക്കും 1400 ടൈമിൽ നമ്മൾ കൊടുക്കുന്നത്. S22 അൾട്ര 256. അത് 512 ആണെങ്കിൽ 1600 1600 സ്ക്രാച്ചിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് വ്യത്യാസം വരാം. ഓക്കെ, പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാല് ഇതാണ് S22 S23 S24 ചെറിയ മോഡൽ വരുന്നുണ്ട്. S24 256 ഇതാ അടിപൊളി സാധനം, നൈസ് സാധനം യൂസ് ചെയ്യാൻ. ഓക്കെ, അത് ലാമിനേഷൻ ചെയ്ത മോഡലാണ്. അത് ലാമിനേഷൻ ഞാൻ റിമൂവ് ചെയ്തായി. അതിന്റെ കളർ ഇങ്ങനെ തന്നെ ഉണ്ടാകുക. ഇത് S23 ആണ്. ഓൾമോസ്റ്റ് ചെറിയ വ്യത്യാസമുള്ളൂ കാണാൻ. ഒരുപോലെ S23 ആണെങ്കിൽ നമുക്ക് 1250 കൊടുക്കുന്നത് 256 GB. 1250. 1250 1250. ഇതാണെങ്കിൽ 1500 നോക്കും. 256 S24. ഇതൊക്കെ റേറ്റ് ഉണ്ടല്ലോ സാംസങ്ങിന്റെ ഫോൺ. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ഒക്കെ 800 രൂപ വരെ. സാംസങ്ങിന്റെ ഒക്കെ മാർക്കറ്റിൽ ഇപ്പൊ ഒരു റേറ്റിൽ പിടിച്ചൊക്കെ തുടങ്ങിട്ടോ. ഇതാ A35 പക്ഷെ 8 മാസം ബാൻഡ് ഉണ്ട്. ഇത് അടിപൊളി സെറ്റാണ്, യൂസ് ചെയ്യാൻ സൂപ്പറാണ്. ക്യാമറ 256 GB ആണ് വരുന്നത്. അതിനുശേഷം വരുന്നത് 650 650. ഓക്കെ, അതുകൊണ്ട് അടുത്തത് ഇങ്ങനെ നോക്കാൻ ഓരോ മോഡലായിട്ട് കുറെ മോഡൽ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട മോഡലുകൾ ജസ്റ്റ് ഇവർക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ കിട്ടിലും പ്രൈസ് നിങ്ങൾക്ക് ഇപ്പൊ വേറെ എന്തൊക്കെ വിശേഷം? വേറെ നന്നായി പോകുന്നു. നമുക്ക് അടുത്ത വീഡിയോ ഉഷാറാക്കണം. ഇനിയിപ്പോ കുറെ കസ്റ്റമറിനോടൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയറൻസ് ചെയ്യാൻ വിളിച്ചോ, ക്ലിയർ ചെയ്ത് പഠിക്കാൻ വേണ്ട. പിന്നെ രണ്ടാമത് റീപ്ലൈ തരാൻ കുറച്ച് വൈകുന്നത് വേറെ കൊണ്ടല്ല. നമ്മളെ ഈ എന്താ പറയുക, നമ്മുടെ ഈ പിന്നെ നാട്ടിലുള്ള ആൾക്കാരെ ടൈമും നമ്മൾ ദുബൈയിൽ ടൈമും ഭയങ്കര വ്യത്യാസമുണ്ട്. 1.5 മണിക്കൂർ വ്യത്യാസം. കാരണം അവര് ഉറങ്ങി എണീച്ചിട്ടായിരിക്കും ഞാൻ ബെഡിൽ തന്നെ ഉണ്ടാകും. അവർ മെസ്സേജ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ റീപ്ലൈ കൊടുക്കണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ റീപ്ലൈ കൊടുക്കാണ്ട് അങ്ങനെ കിട്ടും കുറച്ച് സമയം. അല്ലെങ്കിൽ അർജന്റ് ആണെങ്കിൽ വോട്ടിങ്ങിൽ വിളിച്ചോ, IML വിളിച്ചോ, ഡയറക്റ്റ് വിളിച്ചോ, എന്ത് ഓപ്ഷൻ ഒരുപാടുണ്ട്. എമർജൻസി ആണെങ്കിൽ എല്ലാം തന്നെ വാട്സാപ്പ് ഡയറക്റ്റ് കോൾ ചെയ്താൽ മതി. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.